നമസ്കാരം. പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസ് എന്ന സബ്ജക്റ്റിലെ സോഷ്യോ സൈബർ ഇൻഫർമാറ്റിക്സ് എന്ന ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത്രയും ടോപ്പിക്സുകളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോഷ്യോ സൈബർ ഇൻഫർമാറ്റിക്സ്. എന്താണ് സോഷ്യോ സൈബർ ഇൻഫർമാറ്റിക്സ്? സോഷ്യോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ വേർഡ് അർത്ഥമാക്കുന്നത് ഇറ്റ്സ് റിലേറ്റഡ് ടു സൊസൈറ്റി, സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണ് സോഷ്യോ എന്ന് പറയുന്നത്. ഇനി സൈബർ എന്ന് പറയുന്നതോ, ഇറ്റ്സ് റിലേറ്റഡ് ടു ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, അതായത് ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് സൈബർ എന്ന വേർഡ് ഉപയോഗിക്കുന്നത്. അതേപോലെ ഇൻഫർമാറ്റിക്സ് എന്ന് ഇവിടെ പറയാനുള്ള കാരണം ഡാറ്റ പ്രോസസ്സിംഗ്, അതേപോലെ സ്റ്റോറേജ്, റിട്രീവൽ തുടങ്ങിയ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ശാസ്ത്രമാണ് ഇൻഫർമാറ്റിക്സ്, അല്ലെങ്കിൽ ഇൻഫർമേഷൻ സയൻസിനെയാണ് ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇൻഫർമാറ്റിക്സ് എന്ന വേർഡ് ഇവിടെ ഉപയോഗിച്ചത്. അപ്പോൾ സോഷ്യോ സൈബർ ഇൻഫർമാറ്റിക്സ്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സോഷ്യൽ ഇൻഫർമാറ്റിക്സ് എന്ത് എന്നും കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. സോഷ്യൽ ഇൻഫർമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് കമ്പ്യൂട്ടറൈസേഷൻ പരിശോധിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇൻഫർമേഷൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ സോഷ്യൽ ആസ്പെക്ട്സ് പഠിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് IT നോക്കിക്കാണുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി IT ആൻഡ് സൊസൈറ്റി, ITയും സമൂഹവും എന്ന ടോപ്പിക്കിലാണ് സംസാരിക്കുന്നത്. ITയും സമൂഹവും എന്ന ടോപ്പിക് നമ്മൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഗുണവശങ്ങളും അല്ലെങ്കിൽ സമൂഹത്തിൽ IT ഉണ്ടാക്കിയ ഗുണവശങ്ങളും ദോഷവശങ്ങളും നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ഇൻഫർമേഷൻസ് ടെക്നോളജി അനുനിമിഷം വളർന്നുകൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിലെ എല്ലാ മേഖലയിലേക്കും അത് സ്വാധീനം ചെലുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം പോലുള്ള അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നായി ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറുകളും എല്ലാം തന്നെ മാറിയിരിക്കുകയുമാണ്. സമൂഹത്തിൽ ഇത്രമേൽ സ്വാധീനം ചെലുത്തിയ വിവരസാങ്കേതിക വിദ്യയ്ക്ക് ധാരാളം ഗുണങ്ങളുമുണ്ട്, അതോടൊപ്പം തന്നെ ദോഷങ്ങളുമുണ്ട്. ഇവിടെ പറയുന്ന പോലെ തന്നെ കമ്പ്യൂട്ടേഴ്സും ഇൻ്റർനെറ്റും ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഇവിടെ പറയുന്നു. അതോടൊപ്പം തന്നെ അറ്റ് ദ സെയിം ടൈം കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും എല്ലാം സമൂഹത്തിൽ ചില വെല്ലുവിളികളും ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് സമൂഹത്തിലെ മെജോറിറ്റിയും ഇൻ്റർനെറ്റിനെയും കമ്പ്യൂട്ടറിനെയും എല്ലാം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, എഡ്യൂക്കേഷൻ പർപ്പസ്, അതേപോലെ കമ്മ്യൂണിക്കേഷൻ പർപ്പസിനൊക്കെ ഉപയോഗിക്കുമ്പോൾ ചില ആളുകളെങ്കിലും അത് ക്രിമിനൽ പർപ്പസിനും അതേപോലെ ടെററിസം പർപ്പസിനും ഒക്കെ ഉപയോഗിക്കുമ്പോൾ അത് സമൂഹത്തിൽ വലിയ വെല്ലുവിളി സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരേ സമയം തന്നെ IT സമൂഹത്തിൽ ഗുണപരമായും ദോഷകരമായും ബാധിക്കുന്നു എന്ന് ചുരുക്കം. ഇനി പ്രധാനമായ മറ്റൊരു ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. സോഷ്യൽ ആൻഡ് എത്തിക്കൽ ഇഷ്യൂസ് ഓഫ് IT. സാമൂഹികപരവും ധാർമ്മികപരവുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ITയുമായി ബന്ധപ്പെട്ടുള്ളത്. അതിവിടെ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ പോയിൻ്റാണ് പ്രൈവസി ആൻഡ് ഫ്രീഡം. സ്വകാര്യത എന്നത് ഒരു വ്യക്തിയുടെ അവകാശമാണ്. ഒരു വ്യക്തിയുടെ എല്ലാ വിവരങ്ങളും പരസ്യമാക്കുക എന്നത് അവരുടെ സ്വാതന്ത്ര്യത്തെയാണ് ഹനിക്കുന്നത്. ഭരണകൂടങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ജനങ്ങളുടെ മേൽ ചില അധികാരങ്ങളൊക്കെ ഉണ്ടെങ്കിലും വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് അതേപോലെ സ്വകാര്യതയിലേക്കുമുള്ള ഒരു കടന്നുകയറ്റം പലപ്പോഴും അവകാശ ലംഘനം ഉണ്ടാക്കും എന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ പ്രൈവസി ഈസ് ദ റൈറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ടു ബി ലെഫ്റ്റ് അലോൺ. ഒരാൾക്ക് ഒരു മറ്റുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് സ്വകാര്യമായ ഒരിടത്ത് നിൽക്കുക എന്നത്, അല്ലെങ്കിൽ സ്വകാര്യത ആഗ്രഹിക്കുക എന്നത് ഒരു വ്യക്തിയുടെ അവകാശം തന്നെയാണ്. എന്നാൽ സാമൂഹികപരമായ ചില വെല്ലുവിളികൾ ഇവിടെയും ഈ ഒരു വിഷയത്തിലും ഉണ്ടാവുന്നുണ്ട്. എന്തൊക്കെയാണത്? മോഡേൺ കമ്പ്യൂട്ടേഴ്സ് ആർ ടെക്നോളജിക്കലി ഫാർ അഡ്വാൻസ്ഡ്. വളരെയധികം മോഡേൺ കമ്പ്യൂട്ടേഴ്സ് അഡ്വാൻസ്ഡായി, അതോടൊപ്പം തന്നെ ചിലരെങ്കിലും ഈ അഡ്വാൻസ്ഡ് ആയിട്ട് ടെക്നോളജിയെ മിസ്യൂസ് ചെയ്യുന്നു എന്നത് ഒരു പ്രശ്നമായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അതായത് പേഴ്സണൽ ഇൻഫർമേഷനായിട്ടുള്ള ഓരോ വ്യക്തിയുടെയും സ്വകാര്യ വിവരങ്ങൾ, പേര്, അഡ്രസ്, ബാങ്ക് ഡീറ്റെയിൽസ്, ആധാർ കാർഡ് നമ്പർ തുടങ്ങി നമ്മുടെ പേഴ്സണലായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ പല ഏജൻസികളെയും, പ്രൈവറ്റ് ഓർഗനൈസേഷനുകളെയും, അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിനാണെങ്കിലും ഒക്കെ നമ്മൾ നൽകാറുണ്ട്. ഇത് പല ഡാറ്റാബേസസിലൂടെയും കമ്പ്യൂട്ടറുകളിലൂടെയും ഓൺലൈനായി നമ്മൾ നൽകാറുണ്ട്. ഇതൊക്കെ മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവുക എന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള പ്രൈവസി റിസ്കിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നത് വലിയ സാമൂഹികപരമായിട്ടുള്ള ഒരു വെല്ലുവിളിയായി നിലനിൽക്കുന്നു.
അപ്പോൾ ആദ്യത്തെ പ്രശ്നം സോഷ്യൽ ആൻഡ് എത്തിക്കൽ ഇഷ്യൂ ഓഫ് IT എന്നത് പ്രൈവസി ആൻഡ് ഫ്രീഡം എന്നാണ്. രണ്ടാമത്തതോ ഇൻ്റർനെറ്റ് ആൻഡ് പ്രൈവസി എന്നതാണ്. ഇൻ്റർനെറ്റ് ആൻഡ് പ്രൈവസി എന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റിൻ്റെ തുടർച്ച തന്നെയാണ്. ഇൻഫർമേഷൻ നമ്മൾ ഒരു നെറ്റ്വർക്കിലൂടെ ഒരു കമ്പ്യൂട്ടറിൽ നിന്നും മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് അയക്കുമ്പോൾ അത് മറ്റു പല കമ്പ്യൂട്ടറുകളിലൂടെയും പാസ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥയുണ്ടാവാം. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ അവിടെ ചില സോഫ്റ്റ്വെയർസുകളും കമ്പ്യൂട്ടറുകളും ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം ഡാറ്റകൾ വളരെ സമ്മതമില്ലാതെ തന്നെ ചോർത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കാറുണ്ട്. അപ്പോൾ ഇത് സാമൂഹികപരമായി ഒരു വെല്ലുവിളിയായി മാറുന്നുണ്ട്. മാത്രമല്ല സ്പെഷ്യൽ സോഫ്റ്റ്വെയർസ് ആയിട്ടുള്ള കുക്കീസ് പോലുള്ളവ ഉപയോഗിച്ചുകൊണ്ട് വെബ്സൈറ്റുകൾ വിസിറ്റ് ചെയ്യുന്ന ആളുകളുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ട്രേസ് ചെയ്യുന്ന ഒരു സംഗതിയും ഇന്ന് നിലനിൽക്കുന്നു എന്നത് വലിയ ഒരു പ്രശ്നം തന്നെയാണ്. മൂന്നാമത്തെ ഇഷ്യൂ ആണ് ഇൻഫർമേഷൻ സിസ്റ്റംസ് ആൻഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി. അതായത് ഇൻഫർമേഷൻ സിസ്റ്റംസ് ആൻഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് IPR നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഇപ്പം നമ്മൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ചില പുസ്തകങ്ങൾ അല്ലെങ്കിൽ മറ്റു ചില പ്രസിദ്ധീകരണങ്ങൾ, അപ്പോൾ ഇവയൊക്കെ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ വാട്സപ്പുകളിലൂടെയൊക്കെ പ്രചരിപ്പിക്കുന്നത് നമ്മൾ കാണാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ പകർപ്പവകാശം ഒരുപക്ഷെ മറ്റു ചില വ്യക്തികളിലായിരിക്കും. അപ്പോൾ അത് അവരുടെ ഐഡിയയിൽ നിന്ന് ഉണ്ടായതാണ്. അപ്പോൾ അതിൻ്റെ അവകാശവും അവർക്ക് തന്നെയാണ്. അപ്പോൾ സമ്മതമില്ലാതെ അവരുടെ പ്രൊഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുക എന്നത് ഒരു സാമൂഹിക പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആർ ദ റൈറ്റ്സ് ഗിവൺ ടു പേഴ്സൺസ് ഓവർ ദ ക്രിയേഷൻസ് ഓഫ് ദെയർ മൈൻഡ്സ്. ഇവിടെ ഒരാളുടെ ആശയത്തിനും കണ്ടുപിടുത്തങ്ങൾക്കും അവരുടെ ബുദ്ധിയിലൂടെ ഉണ്ടാകുന്ന ഏതൊരു നൂതന കാര്യത്തിനും അതിൻ്റെ അവകാശം എന്നത് ആ വ്യക്തിക്ക് തന്നെയാണ്. കാരണം അത് അയാളുടെ ബുദ്ധിയുടെ സ്വത്താണ്. അപ്പോൾ അതിനുള്ള ഒരു അവകാശമായിട്ട് IPR ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് നൽകുന്നു. ഉദാഹരണമായി പാറ്റൻറ്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക് തുടങ്ങിയവ. അപ്പോൾ ഇവിടെ ഇതിനെ ദുരുപയോഗം ചെയ്യാൻ IT-യുടെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ടെക്നോളജി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും ചില സിനിമകൾ, അതേപോലെ ചില മ്യൂസിക്സ്, ബുക്സ്, ഇതൊക്കെ വളരെ ഇല്ലീഗലായിട്ട് യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ആളുകൾ പകർപ്പവകാശം ലംഘിച്ചുകൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് നമുക്ക് മലയാള സിനിമയിൽ പ്രേമം എന്ന ഒരു സിനിമ റിലീസ് ചെയ്തിരുന്നു. അപ്പോൾ അന്ന് അതിൻ്റെ ഒറിജിനൽ സെൻസർ കോപ്പി ലീക്കാവുകയും അത് എല്ലാവരും യൂസ് ചെയ്യുകയും ചെയ്തിരുന്നു. അത് അന്നൊരു യഥാർത്ഥത്തിൽ ഒരു പ്രശ്നം തന്നെയായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വലിയ വെല്ലുവിളികളാണ്. അപ്പോൾ ഇതെല്ലാം ഉണ്ടാവുന്നത്, ഇത്തരം പ്രശ്നങ്ങൾ, ഇഷ്യൂസുകൾ ഉണ്ടാവുന്നത്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെല്ലാം IT-യുടെ അഡ്വാൻസ്മെൻറ്റ് കൊണ്ട് കൂടിയാണ് എന്നാണ് ഇവിടെ ഒരു വെല്ലുവിളിയായി പറയാനുള്ള കാരണം. ഇപ്പോൾ ക്രാക്ക്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുന്നതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ IT-യിലുള്ള അഡ്വാൻസ്മെൻറ്റോട് കൂടി തന്നെയാണ്. ഇനി അടുത്തൊരു പ്രശ്നം നിന്ന് അക്കൗണ്ടബിലിറ്റി, ലയബിലിറ്റി ആൻഡ് കൺട്രോൾ എന്നതാണ്. ഇവിടെ ഒരു പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഇതിനുള്ള ഉത്തരം ആണ് തേടുന്നത്. അതായത് ഹൂ ഈസ് റെസ്പോൺസിബിൾ ഇഫ് എ പേഴ്സൺ ഈസ് ഇൻജേർഡ് ബൈ എ മെഷീൻ വിച്ച് ഈസ് കൺട്രോൾഡ് ബൈ എ സോഫ്റ്റ്വെയർ. ഒരു സോഫ്റ്റ്വെയറാലെ കൺട്രോൾ ചെയ്യപ്പെടുന്ന ഒരു മെഷീൻ കൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ഇഞ്ചറി, ഒരു പരിക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ് എന്ന ഒരു പ്രസക്തമായ ചോദ്യം. ഈ ചോദ്യത്തിനുള്ള ഉത്തരം യഥാർത്ഥത്തിൽ ആ സോഫ്റ്റ്വെയർസ് ഉണ്ടാക്കുന്ന ആളുകൾ നൽകേണ്ടതല്ലേ? അപ്പോൾ അവിടെ റെസ്പോൺസിബിലിറ്റിയും ലയബിലിറ്റിയും അക്കൗണ്ടബിലിറ്റിയും എങ്ങനെ എന്നതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായ ആൻസർ ഉണ്ടാവുക എന്നത് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ സോഫ്റ്റ്വെയർസ് അതിനാലുള്ള കോൺസിക്വൻസസുകൾ മനസ്സിലാക്കുക. കോൺസിക്വൻസസുകൾക്ക് ആര് ഉത്തരം പറയും എന്നുള്ളത്, അതിൻ്റെ അക്കൗണ്ടബിലിറ്റിയും ലയബിലിറ്റിയും കൺട്രോളും ആര് വഹിക്കും എന്നുള്ളത് ഒരു ചോദ്യമായി അവിടെ നിലനിൽക്കുന്നു. അപ്പോൾ ഉദാഹരണമായി സിസ്റ്റം ഫെയിലിയേഴ്സ്, അതേപോലെ ഇൻഫർമേഷൻ ഡാമേജ് പോലുള്ളവ പറയാവുന്നതാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് സിസ്റ്റം ക്വാളിറ്റി ആൻഡ് റിലേറ്റഡ് ഇഷ്യൂസ്. ഇവിടെ ലോ ക്വാളിറ്റി ആയിട്ടുള്ള ഇൻഫീരിയർ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസും അതേപോലെ സിസ്റ്റംസും ഒക്കെ വൈഡായിട്ട് മാർക്കറ്റ് ചെയ്യുന്നതിലൂടെ ഇൻഫർമേഷൻസ് ഡാമേജ് ഉണ്ടാകുന്നു എന്നത് ഒരു ഇഷ്യൂ ആണ്. ഇപ്പോൾ ഡാറ്റ ഫെയിലിയർ ഒക്കെ അതിൻ്റെ ഉദാഹരണമായി നമുക്ക് പറയാം.
അപ്പോൾ ഡാറ്റ ക്വാളിറ്റി മോശമാകുക എന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ തന്നെയാണ്. അപ്പോൾ ഇത് ചില എത്തിക്കൽ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ സോഫ്റ്റ്വെയർ കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു ധാർമ്മികപരമായ വലിയ ഇഷ്യൂ ഉണ്ടാക്കുന്നു എന്നതും ഒരു വെല്ലുവിളി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സോഫ്റ്റ്വെയർസ് ഷുഡ് ബി റിലീസ്ഡ് ഓൺലി വെൻ ഇറ്റ് ഈസ് ഫുള്ളി കൺഫേംഡ് ദാറ്റ് ഇറ്റ് ഈസ് ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ് എന്നത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ ഇത്തരം സോഫ്റ്റ്വെയർസുകൾ റിലീസ് ചെയ്യാവൂ എന്നത് പരിശോധിക്കേണ്ടതാണ്. മാത്രമല്ല എറേഴ്സ് ഇല്ലാത്തതും എല്ലാ ടെസ്റ്റ് ക്രൈറ്റീരിയയും കംപ്ലീറ്റ് ചെയ്തതുമായതിനു ശേഷം മാത്രമേ ഒരു സോഫ്റ്റ്വെയർ അതാത് കമ്പനികൾ റിലീസ് ചെയ്യാവൂ എന്നത് ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. ആറാമത്തെ ഇഷ്യൂ ആയിട്ട് എംപ്ലോയ്മെൻറ്റ് ആൻഡ് പ്രൊഡക്ടിവിറ്റി എന്നതാണ്. എംപ്ലോയ്മെൻറ്റ് ആൻഡ് പ്രൊഡക്ടിവിറ്റി എന്ന വിഷയം പറയുമ്പോൾ കമ്പ്യൂട്ടറിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും ഒക്കെ വ്യാപകം യഥാർത്ഥത്തിൽ ധാരാളം ജോബ് ഓപ്പർച്യൂണിറ്റീസുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ ചില ജോലികൾ IT-യുടെ വരവോടുകൂടി ഇല്ലാതായി പോയിട്ടുണ്ട്. അതേപോലെ ചില ജോബ് ഓപ്പർച്യൂണിറ്റീസുകൾ പൂർണ്ണമായും ഇല്ലാതായി പോയിട്ടുണ്ട്. ഉദാഹരണത്തിന് ക്ലർക്ക് അല്ലെങ്കിൽ ക്ലറിക്കൽ ജോബ്സ് എന്നത് മുമ്പ് വ്യാപകമായിട്ടുണ്ടായിരുന്നു. കമ്പ്യൂട്ടറിൻ്റെ വ്യാപനത്തോടു കൂടി ക്ലറിക്കൽ ജോബ്സിൻ്റെ സാധ്യതകൾ കുറഞ്ഞുപോയി. അപ്പോൾ ഇത്തരത്തിലുള്ള എംപ്ലോയ്മെൻറ്റ് ആൻഡ് പ്രൊഡക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുണങ്ങളും അതോടൊപ്പം തന്നെ ചില ചാലഞ്ചസുകളും IT-യുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏഴാമത്തതാണ് ഇൻഡിവിജ്വാലിറ്റി എന്നത് വ്യക്തിത്വമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യക്തിത്വം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ IT-യുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് ജനങ്ങളുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്നു എന്നതാണ്, നെഗറ്റീവായി ബാധിക്കുന്നു എന്നതാണ്. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റംസ് യഥാർത്ഥത്തിൽ ഡീഹ്യൂമനൈസിങ്ങിനും അതേപോലെ ഡീപേഴ്സണലൈസിങ്ങിനും ഒക്കെ അതിലേക്കൊക്കെ ലീഡ് ചെയ്യുകയാണ് ഇൻഡിവിജ്വൽസിനെ എന്ന് ഒരു ചാലഞ്ചസ് കൂടെ ഇവിടെ പറയുന്നു. പീപ്പിൾ വിൽ വർക്ക് ലൈക്ക് എ മെഷീൻ വിത്തൗട്ട് ഹ്യൂമൻ ടച്ച്. അപ്പോൾ ഇങ്ങനെ കമ്പ്യൂട്ടറിനെയും IT-യെയും ഒക്കെ സ്വാധീനിച്ച് ജീവിക്കുമ്പോൾ അവിടെ ജനങ്ങൾ ഒരു മെഷീൻ പോലെ വർക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നതാണ് ഒരു ഇഷ്യൂ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നു മനുഷ്യൻ എന്നതൊരു സോഷ്യൽ ആനിമലാണ്. അപ്പോൾ കൂടുതലായിട്ടും കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇൻ്റർനെറ്റും ടെക്നോളജിയും ഉപയോഗിച്ചുകൊണ്ട് അവർ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർ സിംപ്ലി വീട്ടിൽ ഇരുന്നു കൊണ്ട് ജോബ് ചെയ്യുകയും മെക്കാനിക്കലി വർക്ക് ചെയ്യുകയും ജീവിക്കുകയും ചെയ്യുന്ന ആളുകളായി അവർ മാറിപ്പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ എട്ടാമത്തെ ഒരു ഇഷ്യൂ ആയിട്ട് ദ ക്വാളിറ്റി ഓഫ് ലൈഫിനെയാണ് പറയുന്നത്. ക്വാളിറ്റി ഓഫ് ലൈഫ് തീർച്ചയായിട്ടും കമ്പ്യൂട്ടറിൻ്റെ വരവോടുകൂടി വർദ്ധിച്ചതാണ്. മാത്രമല്ല ജോബാണെങ്കിലും അതോടൊപ്പം തന്നെ പ്രൊഡക്ടിവിറ്റി ആണെങ്കിലും എല്ലാം ബെറ്റർ ആയതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി വർക്കിംഗ് കണ്ടീഷനും ജോബും അതേപോലെ പ്രൊഡക്ടിവിറ്റിയും എല്ലാം തന്നെ ബെറ്റർ ആയെങ്കിലും at the same time it's seen that some jobs done with the help of computers are repetitive, routine and it forces people to work like a machine. ഇങ്ങനെയൊക്കെ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെയും സാമൂഹികപരമായിട്ടുള്ള വെല്ലുവിളികൾ ഉണ്ട് എന്നതാണ് ഇവിടെ സമർത്ഥിക്കുന്നത്. അപ്പോൾ ഇവിടെ കമ്പ്യൂട്ടേഴ്സ് പലപ്പോഴും പല ജോബുകളും അതായത് റിപ്പിറ്റേറ്റീവായി ചെയ്യുന്ന ജോലികൾ, റൂട്ടീനായി ചെയ്യുന്ന ജോലികളാണ്. അപ്പോൾ ഇത്തരം ജോലികൾ അതോടൊപ്പം തന്നെ മനുഷ്യരെ ഒരു മെഷീൻ പോലെ വർക്ക് ചെയ്യാൻ നിർബന്ധിതരാക്കുന്നു എന്നതും ദ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന പോയിന്റിൽ നമുക്ക് ഇവിടെ ഒരു ചാലഞ്ചസ് ആയിട്ട്, ഒരു ഇഷ്യൂ ആയിട്ട്, സാമൂഹികപരമായ പ്രശ്നമായിട്ട് ഇവിടെ സമർത്ഥിക്കുകയാണ്. ഒമ്പതാമത്തത് സെക്യൂരിറ്റി ഓഫ് ഇൻഫർമേഷൻ എന്നതാണ്. അപ്പോൾ ഇൻഫർമേഷൻ്റെ സുരക്ഷ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ കമ്പ്യൂട്ടേഴ്സ് മേക്സ് ത്രെറ്റ് ഓൺ ദ സെക്യൂരിറ്റി ഓഫ് ഡാറ്റ. Information kept in many databases may damaged by unauthorized persons. യഥാർത്ഥത്തിൽ കമ്പ്യൂട്ടേഴ്സ് ധാരാളം ഇൻഫർമേഷൻസ് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ കൂടി അവിടെ ചില സുരക്ഷാ വീഴ്ചകൾക്കും സാധ്യതയുണ്ട് എന്നതാണ് ഇവിടെ ഉണർത്തുന്ന പ്രശ്നം. അതേപോലെ തന്നെ ഇൻഫർമേഷൻസ് വളരെ കൃത്യതയോടുകൂടി ഒരു ഡാറ്റാബേസിൽ സൂക്ഷിച്ചു വെച്ചാലും ചില അൺഓതറൈസ്ഡ് പേഴ്സൺസിലൂടെ അത് ഡാമേജ് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടെ ഇവിടെ തള്ളിക്കളയാൻ കഴിയില്ല.
മാത്രമല്ല ഇവിടെ പറയുന്നു സ്ട്രാറ്റജിക് ഇൻഫർമേഷൻ ആയിട്ടുള്ള ട്രേഡ് ആൻഡ് ഡിഫൻസ് പോലുള്ള ഇൻഫർമേഷൻസുകളൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. കാരണം സെക്യൂരിറ്റി ഓഫ് ഇൻഫർമേഷനും പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഇത് ഉണർത്തുന്ന ചില വെല്ലുവിളികൾ, സാമൂഹികപരമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്നതാണ് ഇവിടെ പറയുന്നത്. ഇനി 10ാമത്തത് കമ്പ്യൂട്ടർ ക്രൈം ആൻഡ് അബ്യൂസ് എന്നതാണ്. നമുക്കറിയാം ക്രൈം എന്നത് പണ്ട് മുതലേ നിലനിൽക്കുന്നതാണ്. കമ്പ്യൂട്ടറിൻ്റെ വരവോടുകൂടി ക്രൈം കമ്പ്യൂട്ടറിലേക്ക് പോവുകയും ഡിജിറ്റൽ ആവുകയും അതേപോലെ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുമൊക്കെ ക്രൈം ഉണ്ടാവാനും തുടങ്ങി. അപ്പോൾ ഇല്ലീഗൽ ആക്ട്സ് കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് കമ്പ്യൂട്ടർ ക്രൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണമായി ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് ഫ്രോഡ് ആക്ടിവിറ്റീസ് ചെയ്യുക, അതേപോലെ മറ്റുള്ളവരുടെ ഇൻഫർമേഷൻ അവരുടെ സമ്മതമില്ലാതെ ആക്സസ് ചെയ്യുകയും നശിപ്പിക്കുകയും ചെയ്യുന്നത് കമ്പ്യൂട്ടർ ക്രൈമിൻ്റെ ഭാഗമാണ്. ഇനി കമ്പ്യൂട്ടർ അബ്യൂസ് എന്നതും ഇന്ന് നിലനിൽക്കുന്നതാണ്. അപ്പോൾ ഇത് ഇല്ലീഗൽ ആയിക്കൊള്ളണമെന്നില്ല, പക്ഷേ അൺഎത്തിക്കലായിട്ട് സൈബർ സ്പേസിൽ വളരെയധികം കമ്പ്യൂട്ടർ അബ്യൂസ് ഇന്ന് വ്യാപകമായിട്ടുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് സൈബർ ബുള്ളിങ് പോലുള്ള സംഗതികൾ. അപ്പോൾ ഇതാണ് കമ്പ്യൂട്ടർ അബ്യൂസ് എന്നത്. ഇനി ഉണ്ടാവാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഇഷ്യൂ ആണ് ഹെൽത്ത് പ്രോബ്ലംസ്. കമ്പ്യൂട്ടറിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും ഒക്കെ അമിത ഉപയോഗം ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കാനുള്ള സാധ്യത കൂടെ ഉണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടതാണ് വിഷൻ പ്രോബ്ലംസ്, അതേപോലെ റിപ്പിറ്റേറ്റീവ് സ്ട്രെസ് ഇഞ്ചറീസ്, ഹെഡ് ഏക്സ് പോലുള്ളവ. അപ്പോൾ ഇവിടെ കാഴ്ചയ്ക്കുള്ള പ്രശ്നങ്ങൾ, തുടർച്ചയായി ഒരേ ജോലി ചെയ്യുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ, തലവേദന, അമിതവണ്ണം, അതേപോലെ സ്ട്രെസ് ഡിസോർഡർ, സ്ലീപ്പിംഗ് പ്രോബ്ലംസ്, ഹിയറിംഗ് ലോസ്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടെ ഉണ്ട് എന്നതാണ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഇഷ്യൂ ഇവിടെ പറയുന്നത് ടെക്നോ സ്ട്രെസ് എന്നതാണ്. അപ്പോൾ കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒരു പ്രോബ്ലമാണ് ടെക്നോ സ്ട്രെസ് എന്ന് ഉദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടർ ടെക്നോളജിയുമായി നിരന്തരം വർക്ക് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സ്ട്രെസ്സാണ് ടെക്നോ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് യൂസ് ഓഫ് കമ്പ്യൂട്ടർ മേ ലീഡ് പീപ്പിൾ ടു ബിഹേവ് ലൈക്ക് ഇമോഷൻലെസ് മെഷീൻസ്. ഇമോഷൻ ഇല്ലാത്ത മെഷീൻസുകൾ വർക്ക് ചെയ്യുന്നത് പോലെ മനുഷ്യൻ മാറാനുള്ള സാധ്യത കമ്പ്യൂട്ടർ നിരന്തരം ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സുകളാണ് IT-യും സമൂഹവും എന്ന വിഷയത്തിൽ ഇവിടെ മുന്നോട്ട് വെക്കുന്നത്. അതായത് സോഷ്യൽ ആൻഡ് എത്തിക്കൽ ഇഷ്യൂസ് ഓഫ് IT 11 പോയിൻറ്റ്സുകളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു.